ഹായ് എവരിവൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് കൂടിയാണ്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജി. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജി, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ആദ്യം പേഴ്സൻ്റെ കാർഡ് എടുക്കുക. പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജി. ആദ്യം പേഴ്സൻ്റെ കാർഡ്. പേഴ്സൺ ഉള്ളതാണ്. ഇനി തേർഡ് പാർട്ടി എനർജി. ബാക്കി കാർഡ് ക്ലാരിഫിക്കേഷൻ നോക്കുമ്പോൾ എടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 10 ഓഫ് വാൻസ് വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പേഴ്സണിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഒരു 10 ഓഫ് വാൻസ് വന്നിട്ടുള്ളത്? കിങ് ഓഫ് പെൻഡിക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ പേഴ്സണിൻ്റെ എനർജിയിൽ ആദ്യം തന്നെ വന്ന ഒരു 10 ഓഫ് വാൻസും ഒരു കിങ് ഓഫ് പെൻഡിക്കിളുമാണ്. അപ്പോൾ 10 ഓഫ് വാൻസിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ഒരുപാട് കുരുക്കുകളുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും നാൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസാനം എവിടെ എത്തുന്ന വരെ അവർക്ക് ചിന്തിച്ചിട്ടൊരു അറ്റം കിട്ടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഇത്രയും നാളെന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാളെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് മെച്ചുവേർഡായി കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുള്ളപ്പോൾ മാറി വരുന്നതായിട്ടും സ്റ്റേബിളായി വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇത്രയും നാളുണ്ടായി അതൊക്കെ ആവശ്യത്തിനുള്ള പണമൊക്കെ കയ്യിലെത്തിച്ചേരുന്നതായോ ഒക്കെ കാണും. അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എഴുതി കിട്ടാനുള്ള പണം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ കൊടുക്കാനുള്ള പൈസ കുറച്ചും കൂടെ സാവധാനം മതി അങ്ങനെയൊക്കെ പറഞ്ഞ് നീട്ടി കിട്ടുന്നുണ്ടാവും. അപ്പം ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പേഴ്സൻ്റെ എനർജി 5 ഓഫ് കപ്പ് വന്നിട്ടുള്ളത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പേഴ്സൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 5 ഓഫ് കപ്പ് വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഒരു 3 എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു 5 ഓഫ് കപ്പും ഒരു 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഓഫ് കപ്പിൽ നഷ്ടബോധം തന്നെയാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ, ഈ പേഴ്സൻ്റെ മനസ്സിൽ പ്രണയം എത്രത്തോളം ഉണ്ടായിരുന്നു അത്രത്തോളം വേദനയും അവർ അനുഭവിക്കുന്നുള്ളവരാണെന്ന്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം, അവരേറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അത് വേദനയോടെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. ചിലപ്പോൾ അത് കാർമിക റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അവർ ഉപേക്ഷിക്കുന്നതായിട്ട്, അപ്പോൾ ആ ഓർമ്മകൾ അവരെ വിടാതെ സൂക്ഷിക്കുന്നുണ്ടായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന കാര്യത്തിലൊന്നും ഒരു ഹാപ്പിനെസ്സും ഇല്ല. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ജീവിതത്തിൽ ഒരു കാര്യം സ്ഥായിയല്ല. ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഒരു അനുഭവമല്ല ഉണ്ടാകുക. അപ്പം ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ പേഴ്സൺ വേണ്ടെന്ന് വെച്ചെങ്കിലും അവരുടെ ഓർമ്മകൾ വിട്ടു പോകാതിരുന്നെങ്കിൽ അതെല്ലാം റിലീസാക്കുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ കാർമിക്കായ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് വിട്ട് കളയുന്നതായിട്ടാണ് കാണുന്നത് കൂടുതൽ പേർക്കും. അപ്പോൾ ഈ പേഴ്സണ് ഹിഡൻ ആയ മറ്റൊരു ക്യാരക്ടർ കൂടിയുണ്ട്.
അപ്പോൾ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ ഒന്ന് പറയും. അപ്പം ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കില്ല പുറമെ പറയും. അപ്പോൾ ഈ നമ്മളെ കൂടെയുള്ളവർ വിചാരിക്കും അവരെ ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ, ഇത്രയും സ്നേഹമുള്ള ഒരാളാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ വേറൊരു കാര്യമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ വരേണ്ടി വന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആദ്യം ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി എല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട വഴികളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ ഇയാൾ എന്ന് പറഞ്ഞാൽ പേഴ്സൺ സ്ത്രീയായാലും പുരുഷനായാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ പ്രതീക്ഷകൾ ഇവർക്കുണ്ട്, ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഇവർ നിന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സങ്കടം അവർക്കുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നിലേക്ക് ഒരു വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു എംപ്രസിൻ്റെ എനർജിയാണ്. എംപ്രസിൻ്റെ എനർജിയിൽ ഇതാ 3 ഓഫ് വാണ്ടാണ് വന്നത്. 3 ഓഫ് വാണ്ട്. അപ്പോൾ ഒരു എംപ്രസും 3 ഓഫ് വാണ്ടും ഉണ്ട്. അപ്പോൾ 3 ഓഫ് വാണ്ടിൽ പറയുന്നത് ഈ പേഴ്സൺ പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പല രീതിയിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ അവർ തന്നെ സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റാരുടെയും കാര്യങ്ങളൊന്നും അറിയണ്ട. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നതായിട്ടുണ്ടാവും. അപ്പം മറ്റുള്ള ആളുകളിൽ നിന്ന് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവരിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഈ എംപ്രസിൻ്റെ എനർജിയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യമല്ല ഇവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒരു എംപ്രസിൻ്റെ എനർജി, സ്ത്രീകളായാലും പുരുഷന്മാരും ആ ഒരു എംബ്രർ ആണെങ്കിൽ എംപ്രസ് ആണെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അനുഭവിച്ച വിഷമങ്ങൾക്കൊക്കെ ഒരു നല്ല കാലം വരാൻ പോകുന്നതായിട്ടാണ് നല്ല കാലം വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യത്തിന് അതിന് ഈക്വലായിട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ പേഴ്സണ് അവർ എന്തൊക്കെ കാര്യം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരെയാണോ പ്രണയിച്ചത്, ഇപ്പം ഈ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിച്ചതെങ്കിൽ ആ ഒരു പ്രണയം അവർക്ക് ഇനി കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളതാണെങ്കിൽ അത് ഒഴിഞ്ഞു പോയിട്ട് മറ്റ് നല്ലൊരു അവരിഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് ഒരു റിയൂണിയൻ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മാറി താമസിക്കുന്നവരും ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ ഒന്നിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അല്ലാത്തവർക്ക് ഒരു വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു സ്ട്രെങ്ത് കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഫുൾ കാർഡാണ്. അടുത്ത് വന്നത് ഒരു സ്ട്രെങ്ത്തും ഫൂളുമാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡിൽ പറയുന്നത് ഈ പേഴ്സൺ അവരുടെ വീക്ക്നെസ്സിനെയൊക്കെ സ്ട്രെങ്ത് ആക്കി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അവർക്ക് സ്ട്രെങ്ത് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം മനസ്സിലുള്ളത് കൊണ്ട് അപ്പോൾ ഇവരെ ഈ വീക്ക്നെസ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ ചതിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഈ ചതിച്ച ഈ അവസ്ഥ ഈ ഒറ്റപ്പെട്ട അവസ്ഥ അവർ ഓർക്കുന്നുണ്ട്. ഇപ്പം ഇതേപോലത്തെ ചതിയല്ലേ നിങ്ങൾക്ക് തന്നത് എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്നേഹം തരാനോ അപ്പോൾ അതേപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷമം അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ അവർ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു ഈഗോയിസ്റ്റിക്കായ വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അന്നേരം ഒന്നും നിങ്ങളെ വേദനയും വിഷമങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഈഗോ ഒക്കെ മാറ്റി അവർ ഒരു നല്ല മനുഷ്യനായിട്ട് മാറിയതായിട്ടാണ് കാണുന്നത്.
ഇപ്പോൾ എല്ലാത്തുനിന്നും മാറി അവർക്കൊരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ്. അപ്പോൾ ഇതുവരെ ഒരു ഫൂളായിട്ട് ഇരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഫൂളാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്ന അവർ നിങ്ങളെ ഒരു ഫൂളാക്കി ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കാർമിക് ബാഗേജുമായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ ഭാണ്ഡം മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അത്ര എസെൻഷ്യലായ കാര്യം മാത്രം ലൈഫിൽ കൊണ്ടു നടക്കുക, ബാക്കി ലൈഫ് അൺസർട്ടൺ ആണ്. അപ്പം ഈ ലൈഫ് ഉപേക്ഷിച്ച് പോകും. കാർമിക ബാഗേജ് കൂടാതെ നമ്മൾ ശ്രമിക്കുക. ചില ആളുകൾ പേഴ്സൺ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖിക്കുന്ന ആളുകളുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ വേറെയും കുറേ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഹീൽ ചെയ്യാത്തവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും. അപ്പോൾ ഒരു പുതിയ ഐഡിയ ഉണ്ടാകുന്നതായിട്ട് കാണുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടാകും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പല കാര്യങ്ങളും തുടങ്ങുന്നതായിട്ടും പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഡെവിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെവിളിൻ്റെ എനർജി വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അടുത്ത് വന്നത് ഒരു 5 ഓഫ് വാണ്ടും ഒരു ഡെവിളും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണ് അവരുടെ ഫാമിലിയിൽ മൊത്തം പ്രശ്നം. അപ്പം നിൽക്കുന്ന ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ എവിടെയും ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ ഒരു കുറച്ച് ഈഗോ ഉള്ള വ്യക്തി കൂടെ ആയതുകൊണ്ട് ഏതൊരു പ്രശ്നം വന്നാൽ ഫ്രസ്ട്രേറ്റഡ് ആകും. ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതുകൊണ്ടാണ് അതുമാതിരിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കം ഉണ്ടാകും. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല, ഇവർക്ക് ജയിക്കണം എന്നൊരു മനസ്സിലൊരു വാശിയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ജയിക്കണം എന്നപ്പോൾ നിൽക്കുന്ന സ്ഥലത്തായാലും എവിടെ ആയാലും, ഇപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. ഏത് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും മത്സരബുദ്ധിയോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ എവിടെയായാലും അപ്പോൾ ന്യായം പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതിൽ അപ്പോൾ ആ ഒരു തരത്തിൽ അവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. അപ്പോൾ ഡെവിൾ എനർജി പറയുന്നത് ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി വന്ന് കയറിയ പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തായാലും ജോലി സ്ഥലത്തായാലും ഒരു കംഫർട്ടും കിട്ടുന്നില്ല. അപ്പം ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യത്തിൽ അഡിക്റ്റഡ് ആയി പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പെട്ടു എന്നാണ് കാണുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നും കാണുന്നുണ്ട്. അതൊന്ന് നോക്കാം. ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഈ പേഴ്സൺ പുറത്ത് കിടക്കുമോ നോക്കാം. ഈ നെഗറ്റീവ് എനർജി പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു നെഗറ്റീവ് ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്ത് കിടക്കാൻ പറ്റുമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ പേഴ്സൺ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. രണ്ട് കാർഡ്, ഒന്ന് ക്യൂൻ ഓഫ് വാൻഡ്സും ഒന്ന് ടു ഓഫ് സോഡുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി കിട്ടുമോ നോക്കുന്നത്. അപ്പോൾ ടു ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവർ പ്രസൻ്റ്ലി ഭയങ്കര കൺഫ്യൂഷനിലാണ് കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം കിട്ടുന്നില്ല. അപ്പോൾ ഏതെങ്കിലും എഡിഷനിൽ പെട്ടുപോയ ആളുകൾ അപ്പോൾ അത് സ്റ്റോപ്പാക്കി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എഡിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു സ്നേഹമായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അപ്പോൾ അതിൽ നിന്നൊക്കെ സ്റ്റോപ്പാക്കി ഇപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ആ രീതിയിലുള്ള നെഗറ്റീവ് എനർജി. ഇപ്പം വേറെ റിലേഷൻഷിപ്പ് അങ്ങനെ എല്ലാം പെടും. അപ്പോൾ അതിൽ നിന്ന് സ്റ്റോപ്പാക്കി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ സ്റ്റോപ്പാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു സോൾ കണക്ഷനുള്ള വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ വ്യക്തി. അപ്പോൾ അവരുടെ ഈ സ്നേഹം വേറെ എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ ഈ ആളുമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് എനിക്ക് നല്ലതെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയാണ്. ചില സമയം വിചാരിക്കും ഒന്നിച്ചു പോകാൻ, ചില സമയം വിചാരിക്കും വിട്ടു പോകാൻ. അപ്പോൾ എന്തോ ഒരു കണ്ണും കൈയും കെട്ടി നിർത്തപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇവരെ തെറ്റായ ഒരു ഡിസിഷൻ കാരണം, ഈ പേഴ്സൻ്റെ തെറ്റായ ഡിസിഷൻ കാരണം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
അപ്പോൾ രണ്ട് പേര് രണ്ട് ഡിസിഷനാണ് എടുക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് ടു ഓ സോഡിൻ്റെ എനർജിയിൽ പറയുന്നത്. പക്ഷേ ടു ഓ വൺസിൻ്റെ എനർജിയിൽ ക്യൂൻ ഓ വൺസിൻ്റെ എനർജിയിൽ പറയുന്നത് ഇവർ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇവർ ഇപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി വരുന്നതായോ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു സക്സസ് ആണ് വരുന്നത്. ഒരു പാഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് വരെ എത്തുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ. അടുത്തത് തേർഡ് പാർട്ടി എനർജി നോക്കാം. തേർഡ് പാർട്ടി പേഴ്സൻ്റെ എനർജിയാണ്. ഇനി തേർഡ് പാർട്ടി എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ തേർഡ് പാർട്ടി എനർജിയിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് കപ്സ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി എനർജിയിൽ ഒരു പേജ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വാണ്ടും. അപ്പോൾ തേർഡ് പാർട്ടി എനർജിയിൽ ഒരു നൈറ്റ് ഓഫ് വാൺസും ഒരു പേജ് ഓഫ് കപ്പുമാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷനായാലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ തട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തടസ്സങ്ങളും തട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ്. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. അപ്പോൾ അത്രയധികം പവർ ഇവർക്കുണ്ട്. അപ്പോൾ എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകുന്ന ഒരു ത്രില്ലിലാണ് അവരിപ്പോൾ ഉള്ളത്. തേർഡ് പാർട്ടിക്ക് വളരെയധികം സന്തോഷമുള്ളതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ആരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അവർ ഒരുപാട് സന്തോഷിച്ച് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരുമായി ചേർന്ന് യാത്രയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എത്താൻ പറ്റും അത്രത്തോളം ആ ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഒരാൾക്കാരാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തികമായാലും ജോലിപരമായാലും എല്ലാം വന്നു ചേരുന്നതിനാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ കിങ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാറും വന്നിട്ടുണ്ട്, ചാരിയറ്റും വന്നിട്ടുണ്ട്, 2 കാർഡ് വന്നിട്ടുണ്ട്, 3 എണ്ണായി. അപ്പോൾ ഒരു കിങ് ഓഫ് കപ്പ്, ചാരിയറ്റ്, സ്റ്റാർ. അപ്പോൾ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സണിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, അല്ലാത്ത ഏത് രീതിയിലും തേർഡ് പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെയാണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമോ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് ഇവർക്ക്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരെ കഴിവിൻ്റെ പരമാവധി ഇവരെ ശ്രമിക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാരിയറ്റിൻ്റെ എനർജിയിൽ അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ ലക്ഷ്യം ഈ പേഴ്സണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ട്. എന്ത് ചെയ്യാം? അപ്പോൾ അവർക്ക് എന്തോ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ എടുക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ അവർ ഈ പേഴ്സണെ ഒരിക്കലും വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു അവസ്ഥയാണ്. ആ പേഴ്സണെ ആർക്കും വിട്ടുകൊടുക്കൂല, അത് അവർക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു അവസ്ഥയിലുള്ളത്. ഏതോ 2 ഡയറക്ഷനിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർ ഈ പേഴ്സണെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. അത്രയും മനക്കരുത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ എനർജിയിൽ പറയുന്നത് അവർ ഇത്രയും മനക്കരുത്തോടെ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്. ഈ പേഴ്സൺ കാരണം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ സ്റ്റാർ എനർജിയിൽ അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ല ഒരു സ്റ്റാറിനെ പോലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായും ബുദ്ധിപരമായും എല്ലാ കഴിവുള്ള ഒരാളായിരിക്കും. അപ്പോൾ അവർ എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ പ്രതീക്ഷകൾ ആയിട്ട് ഈ തേർഡ് പാർട്ടീനെ നിങ്ങളുടെ പേഴ്സണെ അവിടെ അടക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സണ് അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും പവറുള്ള ഒരാളെടുത്ത് നിന്ന് കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതൊരു കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നത്. എന്തുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി എനർജിയിൽ ഒരു കിങ് ഓഫ് സോഡ് വന്നിട്ട്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 7 ഓഫ് പെൻഡിക്കിൾഡ് എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി
ഈ പേഴ്സണ് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായാലും ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആൾ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ സ്നേഹം നഷ്ടപ്പെടരുത്, ഇവരിൽ നിന്ന് പോകരുതെന്ന് ആണ് ഇവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവരിലേക്ക് കടന്ന് വന്ന് പ്രവർത്തിക്കുന്നതായിട്ടും അവരുടെ സ്നേഹം കൊടുത്ത് വളർത്തിയെടുക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഏത് രീതിയിലായാലും ഇവർ ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണെ വിട്ടു കൊടുക്കൂല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത കൂടിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് എന്തൊക്കെ ആക്ഷൻ എടുക്കണമെന്ന് കൂടെ ഉള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ പേഴ്സണെ വിട്ടു കൊടുക്കാതെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു ചിന്തയിൽ അപ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ടുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നത് ഒരു 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി എനർജിയിൽ 9 ഓഫ് പെൻറ്റിക്കിൾ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ, 9 ഓഫ് പെൻറ്റിക്കിൾ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ പിന്നെ ചിലപ്പോൾ ഹൈ റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തുള്ള വ്യക്തി, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ, അങ്ങനെയൊക്കെയുള്ള ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്രയും പവറിലിരിക്കുന്ന ആളായതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ വീണ് പോയത്. അപ്പോൾ ഈ പേഴ്സൺ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇത് പേരൻസ് ആവാനും സാധ്യത, ഏത് രീതി നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ അവർ പിന്നെ ആ തേർഡ് പാർട്ടിക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ലക്കി ആയിട്ടുള്ള ആളായിരിക്കും ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടാവും, ഫിനാൻഷ്യലി ആയാലും ജോലി ആയാലും എല്ലാം നല്ല നിലക്ക് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ബ്ലെസ്സിങ് എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൂടെ ഈ തേർഡ് പാർട്ടിക്കുണ്ട്. ഇവർ ഇവിടുന്ന് വിട്ടു പോയാൽ ഇവർക്ക് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും കൂടെ ഇവർക്കുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ജസ്റ്റിസ് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുള്ളത്? ഇതാണ് 10 ഓഫ് സോഡ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എനർജിയിൽ അവർ കൂടെ നിന്ന് ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കൂടെ നിന്ന് ചീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല ചീറ്റ് ചെയ്യുകയാണെന്നുള്ളത്. ഇവർക്ക് ആദ്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ അത്രയും വിശ്വസ്തത ഇവർ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ അത്രയും സ്നേഹത്തോടെയും എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്ത്, പണമായാലും ഏത് രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും, കൊടുക്കുകയൊക്കെ നോക്കും ചെയ്തത് കൊണ്ട് ഈ തേർഡ് പാർട്ടീനെ ഇവർ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് ഇവർ ഈ ട്രാപ്പിൽ പെട്ടതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഒന്നും അറിയാത്ത ഭാവത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും സ്നേഹം കൊടുത്തുമൊക്കെ ചെയ്ത തേർഡ് പാർട്ടി ഇങ്ങനെ ഈ പേഴ്സണെ നോക്കിയത് കൊണ്ട് അപ്പോൾ ഇവർക്ക് ഈ തേർഡ് പാർട്ടികൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഈ ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കാർമിക് റിലേഷൻ കൂടിയാണിത്. ഏത് രീതിയിലാവും, ഇപ്പോൾ പേരൻസ് ആയാലും അല്ലാത്തവരായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതായാലും ഒരു കാർമിക് റിലേഷൻ. അപ്പം ഈ ജന്മത്തിലുള്ള ആളുകളല്ലല്ലോ കഴിഞ്ഞ ജന്മത്തിലുള്ള. അപ്പോൾ അച്ഛനും അമ്മ, മക്കൾ, പിന്നെ ഹസ്ബൻഡ്, വൈഫ്. അപ്പോൾ അത് മുൻജന്മത്തിൽ വേറെ രീതിയിലായിരിക്കും ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ ആ ലൈഫിൽ ഏത് രീതിയിലാണോ കർമ്മ ചെയ്ത് തീർക്കാനുള്ളത്, അപ്പോൾ ആ കാർമിക് ഇപ്പോൾ വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഹീല് ചെയ്ത് പോക്കുക. അപ്പോൾ അങ്ങനെ പോക്കിയെങ്കിൽ നിങ്ങളുടെ പേഴ്സണും എല്ലാവർക്കും ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റു ചിലർക്ക് കാർമികമായ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരായാലും നല്ലത് ചെയ്താൽ നല്ല ഫലം കിട്ടും, അല്ലാത്തത് അത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ലൈഫിൽ നിന്ന് മാറിപ്പോകുമോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. വേൾഡ് കാർഡും
3 ഓഫ് കപ്പുമാണ് വന്നിട്ടുള്ളത്. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുന്നൊക്കെയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുന്ന ഹാപ്പിനെസ്സാണ്. ഒരു സൗഹൃദം, സന്തോഷം, സമാധാനം, ഒരു ആഘോഷമൊക്കെയാണ് 3 ഓഫ് കപ്പിൽ കാണുന്നത്. അപ്പോൾ അതെല്ലാം മാറിപ്പോകുന്ന കാണിക്കുന്നത്. വേൾഡ് കാർഡാണ് അത് പറയുന്നത്. അപ്പോൾ പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണും. ഈ ഇത്രയും പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മാറി ഒരു പുതിയൊരു ജീവിതം, പുതിയ ലൈഫ്, ഒരു ലോകത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാം ഹീൽ ചെയ്ത് കഴിഞ്ഞാലെല്ലാം നിങ്ങൾക്ക് നന്മ വരുന്നതായിട്ടാണ് ഇത്രയും റീഡിങ്ങിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.